ഞാൻ കുറച്ച് ദിവസം മുന്നേ കപ്പങ്ങൻ്റെ തൊലി ഉണക്കിയിട്ടുണ്ടായില്ലേ, ഞാൻ പറഞ്ഞു കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതാ 2 കപ്പങ്ങ ഉണക്കിയിട്ട് കിട്ടിയ സാധനമാണ് ഇത്. ഇതാ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ നല്ല സാധനം കേട്ടാ. ഞാനത് വറുത്തിട്ട് കാണിച്ചു തരാം. ഇന്ന് വറുക്കുകയാണ് കേട്ടാ, എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അതേപോലെ ഞാനേ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായി. പാവയ്ക്കൻ്റെ കയ്പൊക്കെ കൊണ്ടാട്ടം അല്ലെങ്കിൽ പാവക്ക കൊണ്ടാട്ടം അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതും ഇന്ന് വറക്കാം നമുക്ക് കേട്ടാ. പിന്നെ ഞാൻ ഇച്ചിരി തൈര് മുളക് ഉണ്ടാക്കിയിട്ടുണ്ടായി, പക്ഷെ പഴുത്ത മുളകായിരുന്നേ. അപ്പം ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ തൈരിലിട്ട് ഉണക്കി റെഡിയാക്കി എടുത്തത്. നമുക്ക് ഇതെല്ലാം കൂടി ഇന്നൊരു എന്താ പറയുക വറക്കാം. അല്ല, ആദ്യം നമുക്ക് ഞാൻ ഇടാൻ പോകുന്നത് നമ്മളെ പാവയ്ക്കൻ്റെയാണ്. മുട്ടോട്ടല്ലേ, അപ്പോൾ നമ്മളെ എന്താണ് കപ്പങ്ങ കൊണ്ടാട്ടം. കപ്പങ്ങ കേട്ടാ, പാവയ്ക്കല്ല, ഞാൻ മറന്നുപോയി ഉണ്ടായി. കപ്പങ്ങ കൊണ്ടാട്ടം കേട്ടാ, അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല കേട്ടാ. ഇതിപ്പോൾ എന്താ പറയുക, ചേട്ടനോടൊക്കെ പാകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ കേട്ടത്. ഇട്ടാൽ മതി കേട്ടോ. ആ എണ്ണ തന്നെ നമുക്ക് ഇച്ചിരി മുളകും കിട്ടേക്കാം. തൈരിൻ്റെ ഒരു വലിയ ഇതൊന്നും ഇല്ല, എന്നാലും തൈരിലിട്ട മുളകല്ലേ കണ്ട. ഇത് ഞാനിപ്പോൾ മുളകും പിന്നെ അതുപോലെ കപ്പങ്ങൻ്റെ തൊലിയും കൂടെ വറുത്തിട്ടുണ്ട്. പാവയ്ക്ക എടുത്തില്ല ഞാനിന്ന്, പാവയ്ക്ക വേണ്ടാന്ന് വിചാരിച്ചു, വേറെ എന്തൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കൊണ്ടാട്ടം പിന്നെ കപ്പങ്ങ തൊലി ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോന്നേ. നോക്കട്ടെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ നോക്കാം കേട്ടോ. ഇത് തക്കാളി കുരുമുളക് ഇട്ട് വെച്ചൊരു കറി കേട്ടോ. ഇത് നമ്മളെ ചമ്മന്തി, വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഒരു ചമ്മന്തി. ഇത് സാദാ തേങ്ങാ ചമ്മന്തി. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ. എനിക്ക് ചോറ്, ചേട്ടന് ദോശ മതി എന്നിട്ട് ദോശ. പിന്നെ കൊണ്ടാട്ടം ഉണ്ട് വറുത്ത് വെച്ചിട്ട് കേട്ടോ. നമ്മളെല്ലാ കൊണ്ടാട്ടവും കൂടെ വറുത്ത് കുപ്പിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണിത്. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കി, വെറുതെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. കപ്പങ്ങ തൊലി എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ കളയുന്ന സാധനമല്ല. അപ്പോൾ അതൊന്ന് ഉണക്കി വറുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കൊണ്ടാട്ടമായി. എല്ലാവരും ചെയ്ത് നോക്കുക.